നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വാർ 2 വേഴ്സസ് കൂലി എന്നൊരു ടോക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ ഈ മാസം 14-ാം തീയതി നമ്മളെ ബോളിവുഡിൽ നിന്നുള്ള വാർ എന്ന സിനിമ, അതുപോലെ നമ്മളെ കോളിവുഡിൽ നിന്നുള്ള കൂലി എന്ന സിനിമയെ ഒരുമിച്ച് തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. സോ വലിയൊരു ക്ലാഷ് ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കൂലിയുടെ കൈയാണ് കുറച്ച് ഓങ്ങിയിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു ഒരു ഹൈപ്പ് ഈ ഇതിന് നടക്കുന്നുണ്ട്. ഒരു ചെറിയ അത്യാവശ്യം ഒരു റഷ് ഈ രണ്ട് പടത്തിന് കിട്ടുന്നുണ്ട്. പക്ഷേ മേജർലി നോക്കുകയാണെങ്കിൽ കൂലി എന്ന സിനിമയ്ക്കാണ് ആ ഒരു പ്രീ കളക്ഷൻ സെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഈ രണ്ട് സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2019 എന്ന വാർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് വാർ 2 എന്ന സിനിമ. ഋതിക് റോഷൻ, ജൂനിയർ NTR, കൈര അദ്വാനി പോലുള്ള താരങ്ങളാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. അത് മാത്രമല്ല, യഷ് രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ 6ാമത്തെ സിനിമയാണ്. ആൻഡ് ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു സിനിമയുണ്ട്. ഏകദേശം 2 മണിക്കൂർ 50 മിനിറ്റാണ് ഈ സിനിമയുടെ ലെങ്ത് വരുന്നത്. പക്ഷെ 3 മണിക്കൂർ ഈ സിനിമ ഉണ്ട് എന്ന് തന്നെ പറയാം. ആൻഡ് പടത്തിന്റെ ട്രെയിലറൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ട്രെയിലർ ആയിരുന്നു. ആൻഡ് പടത്തിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സീക്രട്ട് ക്യാമിയോസ്, സർപ്രൈസിങ് ക്യാമിയോസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ആലിയ ഭട്ടൊക്കെ പടത്തിന്റെ അപ്പിയർ ആവാം എന്ന് പറയുന്നുണ്ട്. ആലിയ ഭട്ട് എന്തായാലും കൺഫേം ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഫ്രാഞ്ചൈസിലെ അടുത്ത സിനിമ ആൽഫ എന്നൊരു സിനിമ ഈ യൂണിവേഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആലിയ ഭട്ടിന് മെയിൻ ലീഡ്. സോ ആലിയ ഭട്ട് ഈ പടത്തിനത് കൺഫേം ആയിട്ട് വരും. ഈ ഷാറുഖ് ഖാന്റെയും സൽമാൻ ഖാന്റെയും ഒക്കെ റൂമറാണ്, എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല. ആൻഡ് ഈ ഒരു വാർ 2 എന്ന സിനിമ ട്രെൻഡാവുന്നത്, ഈ സിനിമ ട്രെയിലർ ട്രെൻഡാവുന്ന നോക്കുകയാണെങ്കിൽ കൈര അദ്വാനി അവരുടെ ഒരു ബിക്കിനി ഷോട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ട്രെയിലർ തന്നെ അത് അവരുടെ പേരിലായി പോയി എന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് ഇപ്പോൾ വരുന്ന വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ഷോട്ട് തിയേറ്ററിൽ നിന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് കേട്ടത്. ആൻഡ് നിങ്ങൾ എത്ര പേര് വാർ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി ഹൈപ്പ് ഇടാന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. വലിയൊരു ബഡ്ജറ്റ് ഉണ്ട്, 400 കോടി രൂപ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. സോ ഋതിക് റോഷൻ ഫാൻസ്, ജൂനിയർ NTR ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾ ഈ പടം കാണാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ വാർ 2ന് നിങ്ങളെ സംബന്ധിച്ചോളം ഹൈപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂലി, യെസ്, ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ വരുന്ന സിനിമ. രജനീകാന്ത് ഒരു പട, അതായത് നമ്മളെ ബോളിവുഡ് തൊട്ട് കോളിവുഡ് തൊട്ട് മോളിവുഡ് തൊട്ട് സാൻഡൽവുഡ് തൊട്ട് അങ്ങനെ എല്ലാ വുഡുകളും കൂടെ ചേർന്ന് വരുന്നൊരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രജനീകാന്ത്, നാഗാർജുന, അമീർ ഖാൻ, സത്യരാജ്, ഉപേന്ദ്ര, നാഗാർജുന പോലുള്ള വലിയൊരു സ്റ്റാർ കാസ്റ്റ് അണിനിരക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ തമിഴ് സിനിമയുടെ ഒരു പ്രസ്റ്റീജിയസ് ഫിലിമാണ്. കാരണം അവർ 1000 കോടി അടിക്കുമെന്ന് തമിഴ് ഇൻഡസ്ട്രി തന്നെ മൊത്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബഡ്ജറ്റിലാണ് സിനിമ എടുത്തുകൊണ്ട് വരുന്നത്. ആൻഡ് അഫ്കോഴ്സ് ലോകേഷ് കനകരാജ് സിനിമയ്ക്ക് ലോകേഷ് എന്നൊരു ഫാനുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഫാൻസ്, രജനീകാന്ത് സാറിന്റെ ഫാൻസ്, സൂപ്പർ സ്റ്റാറിന്റെ ഫാൻസ്, അമീർ ഖാന്റെ ഫാൻസ്, ഈ പടത്തിന്റെ എല്ലാവരും ഉൾക്കൊള്ളിച്ചാണ് ഈ പടം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും, അതായത് ഈ പടം എവിടെയൊക്കെ പോകണോ, അത് ബോളിവുഡിനെ കവർ ചെയ്യാൻ വേണ്ടി അമീർ ഖാനെ അകത്തിട്ടിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് സൗബിനുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ അകത്ത് വെച്ചൊരു സിനിമയാണ്. സോ ഈ പടത്തിന് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. മിക്കയിടത്തും ഫാൻ ഷോസ് ഒക്കെ 6 മണിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. കേരളത്തിലൊക്കെ മിക്കയിടത്തും ഹൗസ്ഫുള്ളാണ്. നിങ്ങളെത്ര ഒരു ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ഈ പടം കാണാൻ എക്സൈറ്റഡ് ആണോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഈ പടത്തിന്റെ ട്രെയിലർ എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ഒരു ഓക്കേഷ് ആയിട്ടുള്ള ട്രെയിലർ ആയിരുന്നു, ഒരു ഗുഡ് ആയിട്ടുള്ള ട്രെയിലർ തന്നെയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ രജനീകാന്ത് എങ്ങനെ പ്രസന്റ് ചെയ്തു എന്നുള്ള കാണാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. സോ ഇതൊക്കെ വെച്ചാണ്. അതുപോലെ തന്നെ ഈ പടം എൽസിക്കകത്ത് വരുന്നോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആൾക്കാരിലുണ്ട്. പലയിടത്തും ലോകേഷ് പറഞ്ഞ അല്ല എന്നാണ്. സോ ഇനി മറിച്ചാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറയേണ്ടി വരും. സോ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി ഈ ഒരു പടം തമിഴ് സിനിമയുടെ ഒരു 1000 കോടി ക്ലബിൽ കയറുമെന്ന് തമിഴ് ഇൻഡസ്ട്രി തന്നെ വിശ്വസിക്കുന്ന സിനിമയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേറെ എല്ലാ സിനിമാറ്റിക് യൂണിവേഴ്സ് മലയാളം ഒഴിച്ച് വേറെ എല്ലാ ഫിലിം ഇൻഡസ്ട്രി 1000 കോടി എന്നുള്ളത് റീച്ച് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴ് ഇൻഡസ്ട്രി ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. പക്ഷെ അവർക്ക് ഇതുവരെ അങ്ങനെ 1000 കോടി ക്ലബിലോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല. സോ അവർ പുഷ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമകൾ, പക്ഷെ ഒന്നും കയറിയിട്ടില്ല. പക്ഷേ ഇത് അവരുടെ തമിഴ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ് കൂലി എന്ന് പറയുന്നത്. സോ 1000 കോടി കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾ ആക്ച്വലി ഈ പടത്തിന് കാണാൻ ഹൈപ്ഡ് ആണോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വാർ 2 ആണോ കാണാൻ പോകുന്നത്, കൂലിയാണോ കാണാൻ പോകുന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരെയും ബൈ.